ഹായ് ഹലോ. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, സ്കൂട്ടി എടുത്തുകൂടെ എന്ന്. ആക്ച്വലി വീട്ടിൽ 2 സ്കൂട്ടി ഉണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ പറയുന്നതിന് മുമ്പേ എനിക്കറിയാം സ്കൂട്ടി എടുക്കണമായിരുന്നു, ഓടിക്കാൻ പഠിക്കണമായിരുന്നു എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഈ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചേട്ടൻ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ, ഒരു സ്കൂട്ടി എടുത്താൽ നല്ലതല്ലേ എന്നുള്ളത്. ആൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് എന്നെ കാണുന്നവർ, എന്നെ പരിചയമുള്ളവർ, ഞാൻ കാണുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സ്കൂട്ടി എടുത്ത് നിങ്ങൾക്ക് നല്ലതല്ലേ. എനിക്ക് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് മുമ്പേ എനിക്ക് തോന്നിയതാ. എന്നിട്ട് എനിക്ക് പരിചയമുള്ള ഒരു ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടാ ഞാൻ എണ്ണ അടിച്ചു തരാം, എന്നെ ഒന്ന് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഓക്കെ, ആൾക്ക് ഒരു ലീവുള്ള ദിവസം എന്നോട് പറഞ്ഞു ഓടിക്കാൻ പഠിപ്പിച്ചു തരാം, ലീവുള്ള ദിവസം ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ പേരാവൂർ ശ്രീകൃഷ്ണ അമ്പലം ഇല്ലേ, തൊണ്ടി അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിന് മുമ്പേ നാട്ടിലുള്ള ഒരു കുട്ടീൻ്റെ സൈക്കിളൊക്കെ വാങ്ങിയിട്ട് ഞാനൊന്ന് ഓടിച്ചൊക്കെ നോക്കി കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചീനെയും കൂട്ടിയിട്ട് സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടി അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ പോയി. ആദ്യം ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ചേട്ടൻ ഇങ്ങനെ സ്കൂട്ടീൻ്റെ ബാക്കിൽ പിടിച്ചൊന്ന് ബാലൻസ് ചെയ്തൊക്കെ തന്നു. എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആളെൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരു റൗണ്ട് പോയി, അടുത്ത റൗണ്ട് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ചേട്ടൻ ഒരു സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ ഓടിക്കുന്നത് ആളിങ്ങനെ പിടിച്ചു തന്നുകൊണ്ടാണ് എനിക്ക് ഓടിക്കാൻ പറ്റുന്നതെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആൾ മാറി നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിങ്ങനെ സ്കൂട്ടി പിടിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഞാനെന്തിനാ ഈ വെയിലത്ത് നായി പായുന്ന പോലെ എൻ്റെ പുറകെ പായുന്നത് ചോദിച്ചു. അങ്ങനെ ഒരു 5-6 റൗണ്ട് പോയപ്പോൾ സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചു. ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂന്നായി പിന്നെ എൻ്റെ മനോഭാവം. ഇതിനായിരുന്നോ, ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ സ്കൂട്ടി എടുത്തിട്ട് റോട്ടുമ്മ പോയിട്ട് അവിടെ പോയിട്ടൊന്ന് വീണ്. വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് വീണ്ടും ഓടിച്ചുകൊണ്ട് വന്ന് വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചെറിയൊരു ഇറക്കമുണ്ട്. അവിടെ നിന്ന് ഒന്നും കൂടി വീണ്. ആ വീഴ്ചയിൽ നല്ലോണം പറ്റി. അന്നേരം വീഴുന്ന ഒച്ച കേട്ടിട്ട് അമ്മയും അടുത്ത വീട്ടിലെ ചേച്ചിയും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരും എല്ലാവരും ഓടി വന്ന് തൊലിയെല്ലാം പോയി, ചോരയെല്ലാം വന്ന്. ഒഴുകുന്നൊന്നുമില്ലായിരുന്നു, എന്നാലും തൊലി പോയി, ചോര ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. സ്കൂട്ടി എടുത്തിട്ട് റോട്ടുമ്പോൾ പോകുന്നത് അച്ഛൻ കണ്ടതാണേ. അപ്പോൾ തിരിച്ച് പിന്നെ ഞാൻ വീണതറിഞ്ഞിട്ട് ഓടി വന്ന് കണ്ട ഒരേട്ടൻ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവച്ച്. അപ്പോൾ സ്കൂട്ടി കൊണ്ടാക്കാൻ പോയ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇനിയാ എടുത്തിട്ട് വരുന്നു, ഇത് കൊണ്ടുപോയ ആളെവിടെ പോയി എന്ന് ചോദിച്ചു. അവിടെ വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി കേൾക്കണം, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.